അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഒരു വലിയ ആടാണ് കേട്ടോ. വലിയ ആട് മന്തി എന്ന് പറയും കേട്ടില്ല. അപ്പോൾ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചാണ്. ഐസ് പോകാനായിട്ട് ഞാൻ വെള്ളത്തിലെടുത്തിട്ടേക്കാണ്. കണ്ടില്ലേ എന്താ വലിപ്പം. ഉയർച്ചകളൊക്കെ ഇതൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് ഐസ് പോയിട്ടില്ല. ഇനി കുറച്ചുകൂടെ വെള്ളത്തിൽ കിടക്കണം. അതിലേക്ക് ഞാൻ കഴുകിക്കൊണ്ടിരിക്കുന്നത്. ആട് അടുപ്പിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി തിളയ്ക്കണം. തിളച്ചതിന് ശേഷം ഉപ്പ്, അതിനുള്ള മസാല വെച്ചാൽ ഉള്ളി, ക്യാപ്സിക്കം, തക്കാളി, പിന്നെ ഉണക്കനാരങ്ങ, ഏലക്ക, ഗ്രാമ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മന്തി മസാല, മഞ്ഞൾപ്പൊടി, ഇത്രയും അതിൽ കൂടെ ഇടും കേട്ടോ. ഇടുമ്പോൾ കാണിച്ചു തരാം. ആട് തിളച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്കുള്ള മസാല ഇതാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താണ് മസാല എന്നുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പും, ഓക്കെ. ഇനി 1 മണിക്കൂർ നല്ല വൃത്തി വേകണം. ആട് തിളച്ച് വരണം കേട്ടോ. ആട് മറിച്ചിടാൻ പോകുന്നു കേട്ടോ. ആടിനെ മറിച്ചിട്ട് പുറംഭാഗമായി. അപ്പോൾ നമ്മുടെ ആടൊക്കെ പുറത്തെടുക്കാൻ കേട്ടോ. ഓവനിൽ വെക്കാനായിട്ട് ഇതാ ആടിൻ്റെ തല ഒക്കെ ഒന്ന് പുറത്ത് കിട്ടും. ആടിനെ പുറത്തെടുത്ത് ഇതാ ചായ അടിക്കുന്നുണ്ട് കേട്ടോ. അതിൽ സോസൊക്കെ അഴിച്ച് ഓവനിലോട്ട് കയറ്റണം. ഒന്ന് ചൂപ്പിച്ചെടുക്കണ്ടേ. തല എവിടെ? കണ്ടില്ലേ, നേരത്തെ ഞാൻ കണ്ടു. ചോപ്പിക്കാൻ വേണ്ടി സോസ് വെച്ച് വെച്ചിരിക്കുന്നു കേട്ടോ. നമുക്കിനി ഓവനിലോട്ട് കയറ്റണം. നമ്മുടെ ചോറ് വയ്ക്കാനുള്ള, മന്തി വയ്ക്കാനുള്ള വെള്ളമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആട് പുഴുങ്ങിയ വെള്ളത്തിൽ തന്നെ നമ്മൾ ചോറ് വയ്ക്കും കേട്ടോ. അരി കഴുകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെജിറ്റബിളും കൂടി ഇടാം. ഓക്കെ, ഇനി അരി ഇടാൻ പോകും കേട്ടോ. അപ്പോൾ ഞാൻ എന്താ അരി ഇട്ടു കേട്ടോ. ഇത് വറ്റിക്കിട്ടണം. നമ്മുടെ ആട് ഓവലിരിക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ചുവന്ന് കിട്ടണം. പിന്നെ കുറച്ചുള്ള ഇവിടുത്തെ ഓവലിൽ കുറച്ച് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, അങ്ങനെ നമ്മുടെ ആട് മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ദമ്മിടണം അല്ലേ. വെള്ളമൊക്കെ വറ്റി ആട് ഓവലിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറ് ആട് വെച്ച വെള്ളത്തിലാണ് ഞാൻ ചോറ് വെച്ചത്. ഇത് ആട് കപ്സ കേട്ടോ. അപ്പോൾ ചോറ് നമ്മൾ സെറ്റ് ചെയ്യണം കേട്ടോ. നമ്മളെ മന്തി ചോറ് അപ്പോൾ ആടിനെ ഞാൻ തൂക്കി വയ്ക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ ആടിൻ്റെ മുകൾ ഭാഗം. നമ്മൾ ആടിൻ്റെ മൂടായിട്ടുള്ളത് കേട്ടോ. ഈ കുറച്ച് ഇറച്ചി ഉണ്ട്, അതും കൂടെ വയ്ക്കാറുണ്ട്. ബാക്കിയുള്ള പീസുകളൊക്കെ അതിൽ വെക്കണം കേട്ടോ. വള്ള ഭാഗം, ഒരു കൈയുടെ ഭാഗം, പിന്നെ കുറച്ച് ഡെക്കറേഷൻ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇടാം. കൂടെ സൈഡിലിടണം കേട്ടോ. ഇതൊക്കെ ഡെക്കറേഷനാണ്. കണ്ടില്ലേ എങ്ങനെയുണ്ട്. അപ്പോൾ ആട് മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, അങ്ങനെയുള്ള സാധനങ്ങൾ കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ അറബികൾക്കൊക്കെ ഉഷാറാവും. കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, കുറച്ച് ക്യാപ്സിക്കം, ക്യാരറ്റ്, ഡെക്കറേഷനൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ പാർട്ടിക്കുള്ള ആട് മന്തി റെഡിയായി. വീഡിയോ ഇപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത് എപ്പോഴും ഉള്ളതല്ല ഈ ഫുഡിൻ്റെ പണി, റമദാനിൽ മാത്രം. പിന്നെ ഇടയ്ക്ക് കാണും. ഇതിപ്പോൾ റമദാൻ ആയതുകൊണ്ട് ഇത് 5ാമത്തെ പാർട്ടിയാണ് കേട്ടോ. 5ാമത്തെ ആടിൻ്റെ പരിപാടിയാണ്. ഓക്കെ, കഴിഞ്ഞു.